കൂടുതലും നമ്മളതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് കാണുന്നത് ജോയിൻസിനുണ്ടാകുന്ന പെയിൻ, ടെൻഡർനെസ്, റെഡിഷ്നെസ് അല്ലെങ്കിൽ ഒരു സ്റ്റിഫ്നെസ്, ഇതൊക്കെ ആയിരിക്കും കൂടുതലും. ചെറിയ ജോയിൻറ്റുകളെ ആയിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത്. മോർണിംഗ് അവേഴ്സിലായിരിക്കും ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഞാൻ ഡോക്ടർ സായി കൃഷ്ണ. നമുക്കിന്ന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ആർത്രൈറ്റിസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അതൊരു വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ആർത്രൈറ്റിസ് ആണ്. കൂടുതലും ഒരു മിഡിൽ ഏജിലാണ് നമ്മളത് ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നത്. വിമൻ ആയിരിക്കും കൂടുതലും അതിന് ഒരു പ്രോണായിട്ടുള്ളത്. ആക്ച്വലി ഒരു മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ ഒരു മിഡ് 20s ടു ഒരു മിഡ് 30s ഒക്കെ ആയിരിക്കും കൂടുതൽ അതിൻ്റെ ഒരു ഓൺസെറ്റ് പീരീഡ് എന്ന് പറയുന്നത്. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് അതിനെ പറയുന്നത് തന്നെ. ജനറ്റിക് ഇൻവോൾവ്മെൻറ്റ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് വളരെയധികം ഉണ്ടാവും. ചില ആൾക്കാരുടെ ഒരു പ്രത്യേക ടൈപ്പിലുള്ള ഒരു ജീൻ, അത് കൂടുതലും നമ്മൾ ഏതെങ്കിലും ഒരു ബാക്ടീരിയക്കോ അല്ലെങ്കിൽ ഒരു വൈറൽ അറ്റാക്കിനോ കൂടുതലും നമ്മൾ അതിന് എക്സ്പോസ്ഡ് ആയിരിക്കും. ആ ജീൻ ആയിരിക്കാം നമുക്ക് ഈ പ്രശ്നങ്ങൾ കൂടുതലും ഉണ്ടാക്കുന്നത്. ആ പർട്ടിക്കുലർ ജീൻ ക്യാരി ചെയ്യുന്ന ഫാക്ടേഴ്സ് ഹെറിഡിറ്ററി ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ലേറ്റർ അതിൻ്റെ ഒരു കൈയുടെ ഒരു മൂവ്മെൻറ്റ്സും ജോയിൻസിൻ്റെ മൂവ്മെൻറ്റ്സും ഒക്കെ കൊണ്ട് അതൊന്ന് റിലാക്സ്ഡ് ആയി കഴിയുമ്പം ആ പെയിൻ സബ്സൈഡ് ചെയ്യും. ബട്ട് അഗെയിൻ ഒരു ആയുർവേദത്തിൽ പറയുമ്പം നമ്മൾ തണുപ്പാവുമ്പോൾ, അതായത് ഈവനിങ്ങിൽ ഇത് വീണ്ടും അഗ്രവേറ്റ് ചെയ്ത് തുടങ്ങും. വാദം കൂടുതലായിട്ട് കോപിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് അക്യൂട്ട് കണ്ടീഷനുകളിൽ പലപ്പോഴും ഒരു ഫിവറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരാം. അതിന് റുമാറ്റിക് ഫിവർ എന്നും പറയാം. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടും ഈ ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ക്ലിനിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കൂടാതെ തന്നെ ഒരു ലബോറട്ടറി ഇൻവെസ്റ്റിഗേഷനും കൂടി ആവശ്യമാണ് നമുക്കിതിൻ്റെ ഒരു പ്രോപ്പർ ഡയഗ്നോസിസിനായിട്ട്. അതിന് നമ്മൾ ചില ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. അതായത് വാദത്തിൻ്റെ സംബന്ധമായ ടെസ്റ്റുകൾ, റുമാറ്റിക് ആർത്രൈറ്റിസിൻ്റെ ഫാക്ടർ, ESR നോക്കും, CRP, സി റിയാക്റ്റീവ് പ്രോട്ടീൻ, ASO, ഇതൊക്കെ അതിനെ നോക്കിക്കൊണ്ടാണ് നമ്മളിതിലേക്കൊരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തുന്നത്. ACCP എന്ന് പറയും, ആൻറ്റി സിട്രുലിനേറ്റഡ് പെപ്റ്റൈഡ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടാണ് നമ്മളതിനെ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെന്നുള്ളത് സാധാരണഗതിയിൽ കൺഫേം ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരിക്കലും ഇതിനകത്തൊരു ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് സാധാരണ മോസ്റ്റ്ലി ഇൻ അക്യൂട്ട് കേസസ് നമ്മൾ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാറില്ല. കാരണം നമ്മളിപ്പം എണ്ണ കൊണ്ടോ അല്ലെങ്കിൽ തൈലം, കുഴമ്പ് അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ആദ്യം നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഇത് അഗ്രവേറ്റ് ചെയ്തേ കണ്ടിട്ടുള്ളൂ. അത് കാരണം നമ്മളെപ്പോഴും ശമന ഔഷധികൾ കൊടുത്ത്, നമ്മൾ ഉള്ളിലേക്ക് മരുന്നുകൾ കൊടുത്ത് അതിനെ നന്നായി സബ്സൈഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യത്തുള്ളൂ. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും മറ്റ് ട്രീറ്റ്മെൻറ്റുകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. ആയുർവേദത്തിൽ നമ്മൾ രൂക്ഷത വരുത്തിക്കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. എണ്ണ തൊടാതെ മാക്സിമം നമ്മൾ എണ്ണ ഇല്ലാത്ത രീതിയിൽ മണൽക്കിഴി അല്ലെങ്കിൽ ധാന്യാമ്ലധാര അല്ല ധാന്യാമ്ലം കൊണ്ട് പൊടിക്കിഴി, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം കുറേ ദിവസങ്ങൾ ചെയ്യുന്നത്. ജോയിൻസിലെ നീർക്കെട്ട് കുറഞ്ഞു അല്ലെങ്കിൽ ആ സ്വെല്ലിങ് കുറഞ്ഞു എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എണ്ണ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതും നമ്മൾ നാരങ്ങാക്കിഴി അല്ലെങ്കിൽ ഇലക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും കൂടുതൽ ചെയ്യുന്നത്. അങ്ങനെ ജോയിൻസിനെ മാക്സിമം അവിടുത്തെ ആ ഒരു ഇൻഫ്ലമേഷനെയും സ്വെല്ലിങ്ങിനെയും കുറച്ചുകൊണ്ട് പിന്നെ നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്ത് നമ്മളൊരു 6 to 7 months ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ പറഞ്ഞ ബ്ലഡ് പാരാമീറ്റേഴ്സിലുള്ള എന്തെങ്കിലും നമ്മൾ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായി കാണിക്കാറുണ്ട്. ഉദാഹരണം RA നമുക്ക് വളരെ നോർമലായിട്ട്, RA ആണെങ്കിലും CRP ആണെങ്കിലും വളരെ നോർമലായിട്ട് കാണിക്കാറുണ്ട്. കൂടാതെ നമുക്കിതിനകത്ത് ലൈഫ് സ്റ്റൈലിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവോയ്ഡ് ചെയ്യാൻ പറഞ്ഞത് വെള്ളത്തിലുള്ള ഉപയോഗമാണ്. അപ്പോൾ നമ്മൾ കൂടുതലും ലേഡീസിൽ ഇത് കണ്ടുവരുന്നത് കൊണ്ട് അവർ ചിലപ്പം കിച്ചണിൽ കൂടുതൽ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വെള്ളം കൊണ്ടുള്ള ഉപയോഗങ്ങൾ അവർക്ക് കൂടുതലായതുകൊണ്ട് ഇത് അഗ്രവേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം കഴിവതും നമ്മൾ ഗ്ലൗസ് ഉപയോഗിക്കാനും, അതുപോലെ രാത്രിയിൽ കുളിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ, ഈവൻ അറ്റ്മോസ്ഫിയർ ഹോട്ടാണെങ്കിൽ തന്നെ മാക്സിമം ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക, ഇതൊക്കെ അതിനകത്തിലൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈലും ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും അതിൻ്റെ ഒരു അക്യൂട്ട്നെസ് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു എക്സസൈസും വളരെ ആവശ്യമാണ്. മോർണിംഗിൽ ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ ഒരു എക്സസൈസും ജോയിൻറ്റ് മൂവ്മെൻറ്റ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരു നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. താങ്ക് യു.